ശരിക്കും നേരെ നിന്ന് പോകാൻ പറ്റില്ല. ഇതൊരു വഴി അവർ ഗല്ലിയിലേക്കുള്ള പേടിയാവുക. ഇതുപോലുള്ള നൈറ്റി പാൻസിന്റെ ഡിസൈനാണ്. മൊബൈലിന്റെ എല്ലാത്തരം കവറുകളും ഇവിടെ ഉണ്ടാക്കുക. ബഡാ ഗട്ടർ എന്ന് അതിനറിയപ്പെടുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ ഗട്ടർ കച്ചറ മുഴുവൻ ഒഴുക്കും. ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ ഇന്നുള്ളത് ധാരാവി എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടോ ധാരാവിനെ കുറിച്ച്. ഏകദേശം മാഹിം നദീതീരത്ത് 1.25-2 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിലാണ് ധാരാവി ഉള്ളത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാടക കൊടുക്കേണ്ട സ്ഥലമാണ് മുംബൈ. അവിടെ വലിയ വലിയ ആൾക്കാർക്ക് അവിടെ താമസിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് പൈസ ഉള്ളവർക്ക് താമസിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ധാരാവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ധാരാവി സയൺ ഏരിയകളിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പാവപ്പെട്ട എന്ന് വെച്ചാൽ ചെറിയ വരുമാനമുള്ള ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ധാരാവി. അതുകൊണ്ട് ഇവിടെ പാവപ്പെട്ടവരൊക്കെ വരുന്നത്, ബോംബെയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്ന സ്ഥലമാണ് ഈ ധാരാവി. ധാരാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണ് ശരിക്കും. കാരണം ധാരാവിയിൽ കളിമൺ പാത്ര നിർമ്മാണമുണ്ട്, ടെക്സ്റ്റൈൽ നിർമ്മാണമുണ്ട്, ജീൻസ് ഫാക്ടറി, റെഡിമെയ്ഡ് ഫാക്ടറികൾ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഏകദേശം മുംബൈയിലെ 30% കച്ചറ വേസ്റ്റ് ക്ലീൻ ചെയ്യുന്നത് ഇവിടെ ധാരാവിയിലാണ്. അവിടെ സാധനങ്ങളൊക്കെ അവർ കളക്ട് ചെയ്തിട്ട് എത്തുന്നത് ധാരാവിയിലാണ്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അതിശയം തോന്നും. അപ്പോൾ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കാണാൻ പോകുന്നുണ്ട്. ഈ ധാരാവി എന്ന് പറയുന്ന ചേരി പ്രദേശത്ത് സത്യത്തിൽ നമ്മളെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ, റൂറൽ വില്ലേജുകളിൽ നിന്ന് പാവപ്പെട്ടവർ ഒരുപാട് കുടിയേറി താമസിക്കുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ ഇവർ ശരിക്കും ധാരാവി എന്ന് പറഞ്ഞാൽ റീഡെവലപ്മെന്റ് നടക്കാൻ പോകുന്നുണ്ട്. അദാനി ഗ്രൂപ്പാണ് ഏറ്റെടുത്ത് റീഡെവലപ്മെന്റ്. ഏകദേശം 550 ഏക്കറോളം സ്ഥലത്ത് റീഡെവലപ്മെന്റ്. ഇപ്പൊ അതിന്റെ പ്രൊജക്ടിങ് ഇവിടെ തുടങ്ങാൻ പോകുന്നുള്ളൂ. എപ്പോഴാ തുടങ്ങാമെന്നൊന്നും നമുക്കറിയില്ല. ഇതിന്റെ ഉള്ളിലെ കഥ എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് അറിയാം. ഈ ധാരാവിന്റെ ഉൾവശത്തുള്ള ഫാക്ടറികൾ എണ്ണം നിങ്ങൾക്ക് അറിയാം. ഒരു 5000 ഫാക്ടറികളുണ്ട്, 5000 ബിസിനസ്. ഒരു 15000 തരം സിംഗിൾ റൂം, ചെറിയ റൂമിൽ ഫാക്ടറികൾ ഉണ്ടാക്കിയിട്ട് ഒരു 15000 തരം ഫാക്ടറികൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നുള്ളതാണ് സത്യം. അതൊക്കെ നമ്മൾ വിശ്വസിക്കാൻ പറ്റുമെന്നാണ്. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാലാണ് ഇതിന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ സിംഗിൾ റൂം ഫാക്ടറി എന്ന് വെച്ചാൽ ഒറ്റ റൂമിലുള്ള ഫാക്ടറികൾ. നമ്മളവിടെ വലിയ വലിയ സ്ഥലങ്ങളിലല്ല ഫാക്ടറികൾ. ഇവിടെ ഓരോരോ പ്രൊഡക്ഷനും ഒരു സിംഗിൾ റൂമിൽ റെഡിയാക്കുന്നത്. അതൊക്കെ ഒന്ന് വന്ന് കാണേണ്ടതാണ് ശരിക്കും. അതുപോലെ തന്നെ നമ്മൾ അതിശയിപ്പിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടുത്തെ ഫാക്ടറികൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ് നമ്മളെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസിദ്ധമായ കമ്പനികളിലെ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ജോർജിയോ അർമാനി, H&M, സാറ, അങ്ങനെയുള്ള ഒരുപാട് ഇന്റർനാഷണൽ കമ്പനികളുടെ പ്രൊഡക്റ്റ് ഇവിടുന്ന് പോകുന്നതാണ്. നിങ്ങൾ വിശ്വസിക്കുമോ? അത്രക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് ധാരാവി. അവിടുത്തെ ഇത്തരം ഇന്റർനാഷണൽ, അമേരിക്ക, ജർമ്മനി, എല്ലാ ലോകത്തും സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ്, ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റുകൾ പോകുന്നത്, ഈവൻ ഈ ഇതുപോലുള്ള ഷർട്ട്, പാൻറ് എല്ലാം പോകുന്നത് ഈ ധാരാവിന്ന് പ്രൊഡക്റ്റ് ചെയ്തിട്ടാണ്. മതി. എന്തായാലും നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കാണാണ്ട്. അപ്പൊ അവിടേക്ക് ഞങ്ങളെ കൊണ്ടുപോകും. ഓക്കെ, ഈ കാണുന്നതാണ് ധാരാവി ബ്രിഡ്ജ്. സയോണിനൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണിത്. ഇതിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് ചെന്നാൽ നമുക്ക് ധാരാവി, ഇതാ കാണുന്നില്ല, അപ്പുറത്ത് ബാക്കിലൊക്കെ കാണുന്നത്, അതൊക്കെ ഒരു ടെക്സ്റ്റൈൽ കാണുന്ന കുറെ സാധനങ്ങൾ കൂട്ടില്ല. അതൊക്കെ റീസൈക്ലിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റീസൈക്ലിങ്ങിന്റെ ഒരു സ്ഥലമാണ്, സെന്ററാണിത്. ഓരോരോ ഐറ്റംസും ഇവിടെ എത്തിച്ചതിന് ശേഷം അത് റീസൈക്ലിംഗ് നടന്നുകൊണ്ടിരിക്കുക. അതൊക്കെ അത് തന്നെ ഈ കാണുന്നത്. നമ്മൾ ഉദ്ദേശിച്ച മാതിരി ഒന്നല്ല, ഒരുപാട് ഷോപ്സുകളൊക്കെ ഉണ്ട് ഇതിന്റെ അടിഭാഗത്ത്. ഒരുപാട് ചെറിയൊരു ടൗൺഷിപ്പ് ആണ്. क्या नाम है तुम्हारा? साहिद. ओके, क्या करता है तुम? तुम्हारा घर इधर ही है? ओके ओके. ധാരാവിയിലെ ചെറിയ മാർക്കറ്റ് അത്. ധാരാവിന്റെ ഉൾഭാഗത്തുള്ള കുറെ വീടുകളായി കാണുന്നത്, ചെറിയ ചെറിയ വീടുകൾ. ഇത് ഇവിടെ കാണാം.
ചെറിയ ചെറിയ ഗല്ലികളുണ്ട്, വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള വീടുകളാണ്. കണ്ടേ, ഇതൊക്കെ എങ്ങനെയാണ് കയറുന്നത് വീടുകളിലേക്ക്. ഇതാണ് ചെറിയ ചെറിയ റൂം, വീട്, ഫാക്ടറികളൊക്കെ ഉള്ളത്. ഇതല്ലേ ഇവിടുത്തെ വീടുകളുടെ ഇങ്ങനെയാണ്, ചെറിയ ചെറിയ കോണികളുടെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോയത്. ഇപ്പുറത്ത് കാണുന്നതാണ് പള്ളി. കണ്ട ഒരുപാട് കേബിൾസ്, വയറുകളൊക്കെ ഒരുമിച്ചാണ് പോയത്. ഇങ്ങനെ കോണി സ്റ്റെപ്പ് കയറിയിട്ട് എല്ലാം ഓടിച്ചതാണ്. വളരെ കൺജസ്റ്റഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഓരോ റൂമിലും ഓരോ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ റൂമുകളിലൊക്കെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. റീസൈക്ലിംഗ് നടന്നുകൊണ്ട്, റീസൈക്ലിംഗ് കത്താണ്. ഇത് റെയിൽവേയിലേക്ക് പോകുന്ന ഒരു ബ്രിഡ്ജാണെന്ന് കാണുന്നത്. ഇത് ധാരാവി റോഡ്, മെയിൻ റോഡ് ക്രോസ് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നത്. ഇവിടെ എല്ലായിടത്തും ഫാക്ടറികളാണ്, കൊച്ചു കൊച്ചു ഫാക്ടറികൾ. പിന്നെ കാണുന്നതാണ് ഇതുണ്ട്, ഇവിടെ ബഡാ ഗട്ടർ എന്ന് അതിനറിയപ്പെടുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ ഗട്ടർ, കച്ചറ മുഴുവൻ ഒഴുക്കുന്ന ഒരു ചെറിയൊരു ഒരു ലേക്കോ നദിയോ അങ്ങനെയൊക്കെ പറയാം. ധാരാവിലൊരു മെയിൻ റോഡായി കാണുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് കുറേ ടൂറിസ്റ്റുകൾ വന്നായിരിക്കും, പക്ഷേ ഇവിടെയുള്ള ജനങ്ങൾ തന്നെ ഭൂരിപക്ഷം ഉള്ളത്. അപ്പം ഞാൻ മുഷ്താഖ് സാറിൻ്റെ കൂടെ ഒരു സോഷ്യൽ വർക്കറാണ്, മാഹിം മുതൽ ധാരാവി ഫുൾ ഏരിയയിൽ. അപ്പോൾ അവരെന്നെ പരിചയപ്പെട്ട് എന്തായാലും അവരെന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. കാരണം ഇവിടെ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ്, എല്ലാവരും കാണിച്ചു തരില്ല. അപ്പോൾ അവർ ഇവിടുത്തെ ആളായതുകൊണ്ട് എനിക്ക് കുറച്ച്. അപ്പോൾ ഇതാണ് റീസൈക്ലിംഗ് യൂണിറ്റ് ആണ്. റീസൈക്ലിംഗ് യൂണിറ്റ് കാണാം. അഫ്സലും ഓക്കെ. ഇത് കംപ്ലീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. अस्सलाम वालेकुम. Come. This soap is factory. സോപ്പ് Soap. സോപ്പ് ബനാത്ത Oh. നല്ല സോപ്പ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ അലക്ക് സോപ്പ് ഉണ്ടാക്കുന്നതാണിത്. ये कलर में यही कलर आता है और कलर नहीं, white भी आता है. व्हाइट भी आता है. हाँ. ये देखो, ये पिंक कलर भी है. ഇതെല്ലാം സോപ്പാണ് കംപ്ലീറ്റ്. ഓ സബ് പോയി. ये देखो इधर पिंक. പല കളറിലുണ്ട്. കണ്ടോ, ഇത് ഡാർക്ക് കളർ അപ്പൊ കണ്ടത്. പിന്നെ അതാ ഇത് കണ്ടോ, വൈറ്റ് കളർ ഉണ്ട്, ഓറഞ്ച് കളർ ഉണ്ട്. ഇതൊക്കെ ഈ കണ്ട് പാക്ക് ചെയ്ത് വെച്ച മുഴുവനും സബ് കപ്പടാക്കായാണ്. ഇതെല്ലാം അതാണ് കണ്ടേ. सब बर्तन का ये മാനുഫാക്ചറിംഗ് കാണാൻ പറ്റില്ല. ഇതില് बर्तन का है, कपड़े का नहीं. ഈ ശബ്ദമല്ലേ ഫുള്ളായിട്ട് ഇതാണ് फिनिशिंग इधर. പാക്ക് ചെയ്തിട്ട് ഐസാരൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പാക്ക് ചെയ്തിട്ട് കൊടുക്കുന്നതാണത്. ഇത് ഇവിടുത്തെ മെറ്റീരിയൽ സപ്ലയർ ആണ്. എല്ലാ സാധനങ്ങളും കുച്ചബ് ഐറ്റം ബേസ്ഡ് ആപ്പ് എല്ലാ ഐറ്റവും ഇവിടെ അവൈലബിൾ ആണ്. ഉള്ളിലേക്ക് കുറച്ച് ഷോപ്പ് വലുപ്പമുള്ളതാണ്. ഫുഡ് ഉണ്ടാക്കുന്നതാണ്. ഇവിടെയുള്ള 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ജനങ്ങളിൽ ഒരുപാട് പേര്, ഒരു 70-80% ജോബ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ഇത് സ്ഥലങ്ങളിലാണ് ഇവര് ഫുഡ് ഉണ്ടാക്കിയിട്ട്. ഒരുപാടുണ്ട് ഈ ഏരിയകളിൽ മുഴുവൻ. ഇതാ ഫുഡ് ഉണ്ടാക്കി ആൾക്കാർക്ക് ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് കഴിക്കുക. അല്ലാത്തവർക്ക് ഇതവിടൊക്കെ ഉണ്ട്, ഫ്രണ്ടിലൊക്കെ കാണാതാ. ഇത് ക്ലോത്തിന്റെ കവർ, ഇതില്ലേ കളറ്, ടെക്സ്റ്റൈലിന് കളറ് ചെയ്യുന്ന പീടിയാണ്. ഈ കാണുന്നതാണ് ഗാർമെന്റ് പ്രൊഡക്ഷൻ ആണ്. ഇതല്ലേ മേലെയും താഴെയൊക്കെ. ഇതൊക്കെ ചെറിയ സ്പേസിൽ ഒരുപാട് ആൾക്കാർ ഇന്ന് വർക്ക് ചെയ്യുന്ന കാണാതാ. ബാഗ് ഇതാ ഫുൾ ഫിനിഷിങ്. എല്ലാം ഫുൾ ഫിനിഷ് ചെയ്തിട്ടുള്ള ബാഗുകൾ ഉണ്ടാക്കുന്ന സ്ഥലമായിട്ടില്ലേ.
कौन सा शर्ट से हैं पैंट हाँ ओके बैग ബാഗ് ആ ഇതും ബാഗ് നിർമ്മാണമാണ് ബാഗ് ആണല്ലേ ഇത് ഏറ്റവും കൂടുതൽ പറയുന്നത് ഏകദേശം ഇതാണല്ലേ റോഡ് സൈഡ് ബാർബർ ഷോപ്പ് ഇത് കളറ് ഡാൻസ് ചെയ്യുന്നതാണ് സർ കളർ ഡാനിങ് അല്ലേ ഇത് കളർ ഡാനിങ് യു ആർ കളറിങ് ഫാബ്രിക് ഓക്കെ ഓക്കെ കംപ്ലീറ്റ് സാധനങ്ങളാണ് വഴി നടക്കാനുള്ള സ്ഥലമല്ലേ ശരിക്കും ഇവിടെ ഇരുട്ടുമുറിയാണ് ഇതൊക്കെ താമസമല്ലേ കോണികൾ പോകുന്നുണ്ട് ഇതെല്ലാം ബാഗ് പ്രൊഡക്ഷനാ ബാഗിന്റെ भैया ये कारीगर के लिए लोग को बनाता है कारीगर लोग को बनाता है आप उधर इधर आएगा और सप्लाई करता है इधर आता है इधर आता है पार्सल भी जाता है दोनों जाता है चपाती और क्या क्या बनाता है चपाती दाल राइस सब बनाता है वेजिटेबल हाँ ഷർട്ട് സ്യൂട്ട് അതിന് വേണ്ടിയുള്ള എംബ്രോയിഡറി അവിടെ ചെയ്തുകൊണ്ടിരിക്കണ വലിയ ഒരു ചെറിയൊരു മുറിയിൽ വലിയ മെഷീൻസ് ഒക്കെ വെച്ചിട്ട് കുറെ പേര് ഇനിയുണ്ടല്ലോ 4-5 പേര് ഇവിടെ വർക്ക് ചെയ്യാന് കാരണം കുറച്ച് പേര് ഉച്ചയ്ക്ക് ശേഷമൊക്കെ വരുള്ളൂ ആ ബാക്ക് പാക്ക് ബാഗ് ഇല്ലേ അതാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതിന്റെ സ്പോഞ്ച് കാര്യങ്ങളും ഒക്കെ ഇതാണ് പിന്നെ തുണി പല കളറിലുള്ള തുണിയാക്കി മാറ്റാം ശരിക്കും കോട്ടൺ മേ കർത്താ കൈസാ കോട്ടൺ സബ് കോയി ബി ഏത് ക്ലോത്ത് ആയാലും ഒരു കളർ ചെയ്യുക കളറിന്റെ ഡിപ്പാർട്ട്മെന്റാ അവിടെ ഉണക്കുന്നുണ്ടല്ലേ കളർ ചെയ്തതിന് ശേഷം ഓക്കെ ശുക്രിയ ഷെർവാനിന്റെ സൈഡിലുള്ള ബോർഡർ ചെയ്തോണ്ട് കണ്ട മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ ഏറ്റവും അതിശയം എന്ന് പറഞ്ഞാൽ കൊച്ചു മുറിയിൽ വലിയ പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നത് ശുക്രിയ ജീൻസ് ഫാക്ടറിയാണ് ജീൻസ് ഫാക്ടറി എന്ന് തന്നെ പറയാം കാരണം എന്താ വെച്ചാൽ ഉണ്ടല്ലേ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാഫ് ഉണ്ട് ആകെ ഒരു ഇത്തിരി ജസ്റ്റ് സ്വല്പമുള്ള ഒരു സ്പേസിലാണ് എത്ര പേരുള്ളതെന്ന് അറിയാം ഇവിടെ 10-20 മെഷീൻ മുകളിൽ തന്നെ ഉണ്ട് सब साइज बनाता है इधर सब साइज मिलता है बट एक ही क्लॉथ में डिफरेंट क्लॉथ भी बना എല്ലാ ക്ലോത്തിലും എല്ലാത്തരം സൈസിലും ഉണ്ടാക്കുന്ന സ്ഥലമാണ് ജീൻസ് ലേഡീസ് ജെന്റ്സ് എല്ലാ വിഭാഗങ്ങൾക്കും ഉണ്ടാക്കുന്നുണ്ട് ഞാനുണ്ടല്ലോ ഈ ഗല്ലിക്കൂടെ ഒക്കെ കുറച്ച് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോകണം ഇത് ഒരിക്കലും തീരൂല ദിവസങ്ങൾ നമ്മള് കറങ്ങിയാലും തീരാത്തൊരു സ്ഥലമാണ് ശരിക്കും ഇതല്ലേ
ഇതാണ്ട് ഇത് വാഷിംഗ് മെഷീൻ്റെ മാത്രം സ്ഥലം. അതുപോലെ അസംബിൾ ചെയ്യും, റിപ്പയർ ചെയ്യും, എല്ലാ പരിപാടികളും ഉണ്ട്. അന്തരത്തോടെ ഇതാവും ഇതല്ലേ ഫുള്ള് ഇതാ മെഷീൻ്റെ സാധനങ്ങൾ. മെഷീന് ഫുള്ള് ഇവിടുന്ന് ഉണ്ടാക്കി തരുതാ. ഉണ്ടാക്കിയിട്ട് ഇവര് കമ്പനികൾക്ക് കൊടുക്കാന്നാ പറയുന്നത്. പാക്ക് ചെയ്തിട്ട് വെച്ചത് അത് പോവാണ്. ഈ പോയിട്ട് ഒരു ബ്രാൻഡ് നെയിം ഇടും, സെയിൽ ചെയ്യും. ഇതുണ്ടോ ടെക്സ്റ്റൈൽസ്, വേറെ ടെക്സ്റ്റൈൽസ് ആണ്. എൻ്റെ അടുക്ക ആടുകൾ വളർത്തുന്നുണ്ട്. ഇത് കുർത്തി ഐറ്റംസ് ഉണ്ടാക്കുന്നതാണ്, ലേഡീസ് കുർത്തി ഐറ്റംസ്. ലോഡ് പോകുന്ന കണ്ടില്ലേ, ഡ്രസ് മെറ്റീരിയൽ റെഡിയാക്കിയതിന് ശേഷം ലോഡ് പോകുന്ന. अभी किधर किधर लेके जाता है, किधर बनाता है? ओके ओके, उधर ही बनाएगा. അതുകൊണ്ട് റോഡ് സൈഡ് ചെറിയ ബാർബർ ഷോപ്പ്. ഇതാണ് ഗല്ലി. നോക്കി, ഇതാ ചെറിയ ചെറിയ കോണികളൊക്കെ മേലെ നിറയെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇല്ലേ. The maximum number of units are coming. എല്ലാം ചെറിയ ചെറിയ യൂണിറ്റുകളാണുള്ള അതിശയിപ്പിക്കുന്നത്. കണ്ടേ, പ്രൊഡക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുക. പഴയ ബോട്ടിലില്ലേ, ബിയർ ബോട്ടിലുകൾ, ലിക്വർ ബോട്ടിലൊക്കെ റീസൈക്കിൾ ചെയ്യുന്നു. ചൂല് നിർമ്മാണമാണ് ഇത്. ഞാൻ എവിടുന്നാ കൊണ്ടുവരുന്ന ഈർക്കിലെന്ന് ചോദിച്ചപ്പോൾ മദ്രാസ് എന്നാ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. ചൂല് കണ്ട ഫുൾ റെഡി ആയിട്ട് കൊടുക്കുന്ന വേറെ തരം ചൂലുണ്ട്. ഈർക്കിൽ ചൂലുണ്ട്, സാധാ ചൂലുണ്ട്. കണ്ട റൂമിലേക്ക് പോവാണ് അവര്, ഓരോ റൂമായി കാണുന്നതൊക്കെ. കൊച്ചു കൊച്ചു മുറിയിൽ 5, 6, 7, 8 ആൾക്കാരൊക്കെയാണ് താമസിക്കുന്നത്. കട്ടിലില്ല, ഒന്നുമില്ല, ജസ്റ്റ് താഴെ പ്ലൈവുഡ് വിരിച്ചിട്ടാണ് കിടക്കുന്നത്. ഒരുപാട് പേര് സന്ദർശിക്കുന്നുണ്ട് ഇവിടെ, ഇംഗ്ലീഷുകാർ തന്നെ ഉണ്ട്. എത്രയോ പേര് വരുന്നുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തും ധാരാവിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. എന്താണ് ധാരാവി, എന്തൊക്കെ പ്രൊഡക്ഷൻ, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്. കാരണം അത്രക്കും വലുതാ. 10 ലക്ഷം ആൾക്കാർ ഉള്ള ഒരു സ്ഥലത്ത് എന്തൊക്കെ സംഭവിക്കാന്ന് നോക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എത്രയോ പേര്. എത്രയോ ടൂറിസ്റ്റുകളെ ഞാൻ കണ്ടു. ഒന്നും ഫോട്ടോ ഫിലിമിൽ ചെയ്യാൻ പറ്റില്ല. ധാരാവിന്റെ ഓരോരോ ഭാഗങ്ങളിലും ശരിക്കും ഓരോരോ മാർക്കറ്റുകളുണ്ട്. കാരണം 10 ലക്ഷം ആൾക്കാർക്ക് എല്ലാ സാധനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും മാർക്കറ്റുകളുണ്ട്. ഇത് നമ്മൾ നോക്കേണ്ടത്. ഓരോരോ ഏരിയയിൽ നിറയെ മാർക്കറ്റാണ് പലതരത്തിൽ. കാരണം ഈ വരുന്ന ജനങ്ങൾ മുഴുവൻ ഈ ധാരാവിൻ്റെ ഉള്ളിലുള്ളതാണ്. നമ്മൾ വിചാരിക്കും മറ്റേ സിറ്റികളിലൊക്കെ കാണുന്ന മാതിരിയാണ് തോന്നുന്നത്. എങ്ങനെ 10 ലക്ഷം ഇത്ര ഏരിയകളിൽ ജീവിക്കുന്ന 2 സ്ക്വയർ കിലോമീറ്ററിലാണ് ഈ ധാരാവി ഉള്ളത്. 1818 ഉള്ള പള്ളിയായിരുന്നത്. ഇപ്പോൾ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവരെ ഷഫീഖ് സാറിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓരോ അതിശയങ്ങളാണ് എന്നോട് പറഞ്ഞത്. കാരണം 2 പ്രാവശ്യമായിട്ടാണ് ഇപ്പോൾ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ജുമയിൽ 5000-ലധികം ആൾക്കാർ പങ്കെടുക്കും. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് നമസ്കാരമാണ്. അത്രക്കും റഷാണ് ഏരിയ. മുസ്ലിംസ് അത്രക്കും റഷും. പിന്നെ അടുത്തടുത്ത് വേറെയും പള്ളികളൊക്കെ ഉണ്ട്. പക്ഷേ ഓരോ പള്ളീൻ്റെ കാര്യമാണ് മൂപ്പര് പറയുന്നത്. അപ്പോൾ നമുക്ക് ആലോചിക്കണം എത്ര ജനസാന്ദ്രത, ഇവിടുത്തെ ജനസാന്ദ്രത എത്ര ഉണ്ടെന്ന് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടത്.
ഇവിടെ ഡെനിം ജീൻസുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറി ഒന്ന് ലീവാണ്, അതുകൊണ്ടാണ് ഫാക്ടറിയിൽ ആൾക്കാരെ കാണാത്തത്. इधर क्या क्या बनाता है? ये लेडीज पैंट हैं? लेडीज पैंट लेडीज पैंट एक ही कलर सब एक एक टाइम में एक बना. ഇതുണ്ടോ ശരിക്കും ഒരു കുടുസ് മുറിയാണ്, ഒരു കുടുസ് മുറിയുള്ള ഫാക്ടറി കാണാൻ പറ്റും. ഞാനിവിടെ ഒരു കുറച്ച് സമയം നിന്നുമ്പോഴേക്കും എനിക്ക് ഭയങ്കര വിങ്ങലുണ്ട്. ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ 20 പേര് ടൈലറിങ് ചെയ്യുന്നുണ്ട്. ഇത് ടോപ്പ് ലേഡീസിൻ്റെ ടോപ്പാണ് ഇവർ ഉണ്ടാക്കുന്നത്. ഇത്തരം ഫാക്ടറികളാണ് ശരിക്കും വൺ റൂം ഫാക്ടറി എന്ന് പറയുന്നത്. भैया इधर क्या बनाता है? क्या क्या बनाता है इधर? इधर जैकेट सूट बनता है. ജാക്കറ്റ് ഷൂട്ട്. ആ ജാക്കറ്റിൻ്റെ ഷൂട്ട് ഉണ്ടാക്കുന്ന സ്ഥലം. ഇന്ന് സ്റ്റാഫ് കുറവാണെന്ന്. ഇത് കണ്ടില്ലേ, മൊബൈലിന്റെ എല്ലാത്തരം കവറുകളും ഇവിടെ ഉണ്ടാക്കുക. ഇതരി കട്ടിങ് करता है आप? ओ सॉरी आ जाओ उधर. ये भी मोबाइल है, थोड़ा देखने के लिए ऐसा. ഫുൾ മൊബൈൽ का कवर है ऐसा. മൊബൈലിന്റെ കവറുകളാണ് ഉണ്ടാക്കുന്നത് ഫുള്ളായിട്ട്. ഇതല്ല ലെതർ ബെൽറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഫാക്ടറിയാണ്. ചെറുതെന്നല്ല, ഇവിടെ സംബന്ധിച്ച് വലിയതാണ്. ഫുള്ള് ലെതറിന്റെ ഐറ്റംസ്, ബെൽറ്റ് മാത്രമായിട്ട് ലെതറിന്റെ. ये आप बना के सप्लाई करता है कंपनी को और नहीं डायरेक्ट लोकल मार्केट बॉम्बे, वो लोग किधर भेजेगा ऐसा ही. ക്ലോത്തുകൾ സപ്ലൈ ചെയ്യാ സ്റ്റിച്ചിങ്ങിനുള്ള. ഇതാണ് ഇവര് ബാഗ് കമ്പനിയുടെ ഓണറാണ്. ഇത് आपका नाम क्या था? അമൻ ഷെയ്ഖിൻ്റെതാണ്. ബാഗിന്റെ ഫാക്ടറി ഉണ്ട്, അപ്പൊ കാണാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവന്റെ സ്റ്റാഫാണ് ഈ കാണുന്നതൊക്കെ. ഈ കാണുന്നത് തന്നെ ആടിന്റെ തോലാണ് ഫുള്ള് കാണുന്നത്. ആടിന്റെ തോല് ഒരുപാടുണ്ട് അപ്പുറത്തേക്ക്. അപ്പൊ ഇതെന്താ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ഉള്ളിൽ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തിട്ട് കമ്പനികൾക്ക് കൊടുക്കുന്നത്. ജാക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് പക്ഷെ ഇപ്പൊ ഇത് ഉള്ളിൽ കാണാൻ പറ്റില്ല, കാരണം അവര് പ്രയറിന് പോയതാണ്. കുറച്ച് വെയിറ്റ് ചെയ്യണം, നോക്കട്ടെ. ഞാൻ ബാഗില്ലേ, ബാക്ക് പാക്ക്, അതിന്റെ ഫാക്ടറി ഇപ്പം കാണാൻ ജസ്റ്റ് പോവാണ്. ഇതിങ്ങനെ കേറിയിട്ട് വേണം പോവാന്. വീണാല് തല കുത്തനെ താഴണ്ടാവും. ഓക്കെ, ഇതരി ബനാത്ത. ഓക്കെ, അതെ. ഇനി അടുത്ത മുകളിലേക്ക് പോണത്.
भैया थोड़ा दिखाओ बैकपैक का कवर है नहीं कोई आप थोड़ा फिनिश किया था हुआ ना थोड़ा कुछ हाँ ओके ओके समझ गया वो थोड़ा दिखाओ ये क्या है इसका साइड है हाँ ഓക്കെ ബാക്ക് പാക്ക് പറഞ്ഞാൽ അങ്ങനത്തെ ബാഗുകൾ ഉണ്ടാക്കുന്നത് അതിന്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അവിടെ ഇതിന് മുകളിലേക്ക് വേറെ ഫാക്ടറികൾ ഉണ്ട് ഇവരുടെ എനിക്ക് പോകേണ്ടത് ഇതാ താഴോട്ട് ഇത് എത്ര ഇങ്ങനെ കയറണതാ തലത്തന്നെ വീഴാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ മാക്സിമം സ്ഥലങ്ങളിൽ കാണാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ഗല്ലികളൊക്കെ കൂടെ അന്വേഷിച്ച് പിടിക്കാൻ ശരിക്കും ഒരു 10 ദിവസം എന്നാലും ഇവിടെ ഫുള്ള് ഇത് ഏകദേശം 2 സ്ക്വയർ കിലോമീറ്റർ ആണ് ധാരാവി ഉള്ളത്. ഇപ്പൊ കുറച്ചൊക്കെ കാണാൻ പറ്റും, എല്ലാ സ്ഥലങ്ങളും എത്തി. ഓരോ ഏരിയകളിലാണ് ശരിക്കും ഓരോ ഫാക്ടറികളുള്ളത്. ഫാക്ടറി റൂം ഫാക്ടറികൾ. അപ്പൊ എല്ലായിടത്തും എത്തിപ്പെടാനും സമ്മതിക്കില്ല, പലതും ഒരു കാണിക്കാൻ സമ്മതിക്കില്ല. കാരണം ചിലതൊക്കെ ഭയങ്കര സ്വകാര്യമായിട്ടാണ് നടക്കുന്നത്. ഇതല്ല സ്ക്രീൻ പ്രിന്റിങ്ങിന്റെ എന്തുണ്ടാക്കാണ്, സ്ക്രീന് പ്രിന്റിങ് ഇവിടെ ചെയ്യുന്നില്ല, സ്ക്രീൻ ഉണ്ടാക്കിയിട്ട് ഇവര് ഹോൾസെയിലായിട്ട് പല സ്ഥലങ്ങളിലേക്ക് അയക്കുക ചെയ്യുന്നത്. ഒരു കാർഖാനന്റെ ഏരിയയിലാണ് ടെക്സ്റ്റൈൽ മുഴുവൻ ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ ബെൽറ്റ് ഉണ്ടാക്കുന്ന വേറൊരു ഏരിയ, ആടിന്റെ തോല് ക്ലീൻ ചെയ്യുന്ന വേറൊരു ഏരിയ. അപ്പൊ അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുക. അപ്പൊ മാക്സിമം കുറേയൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ടെക്സ്റ്റൈൽ കളറിങ് ആണ് നടന്നത്. ഈ കളർ റിബണ് കളറിങ് ആണല്ലേ, കളറിങ്ങിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. भैया देख सकते हो सर? देख लो, देखने में क्या वीडियो बाहर बना भैया इधर कलरिंग मिक्स होता है. मिठाई ഉണ്ടാക്കുന്നതാണ്, मिठाई फैक्ट्री. आप कैसा है? आप लोग का नाम बोलो, किधर रहने वाला है बोलो प्लीज बताओ. My name is Mohammad Afsar. My area is Dharavi. आप इधर क्या पढ़ता है, क्या क्या करता है? मैं इधर मेरा एक्चुअली घर है. हाँ अभी हम लोग घूमते ओके स्टडी करते. ओके ओके. आप नहीं रश है इधर, पब्लिक बोलती इधर पॉल्यूशन है. रियली रियली? हाँ रियली. इधर कारखाने पब्लिक आती गाँव से काम करने के लिए, छोटे बड़े इधर हर चीज बनता है. ഓക്കെ ബോലോ. അപ്പൊ അവരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ധാരാവി നല്ലതാണ്, പക്ഷെ പൊല്യൂഷൻ ഉണ്ടെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. പൊല്യൂഷൻ ഉണ്ട്, പിന്നെ കുറച്ച് ഭയങ്കര കൺജസ്റ്റഡ് ആണ്, ഒരുപാട് ജനങ്ങൾ ഉള്ളതുകൊണ്ട് എപ്പോഴും റഷ് ടൗൺ എപ്പോഴും റഷായിട്ട് അവർ കാണുന്നത്. പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എപ്പോഴും ഒരുപാട് ജോബ് നടക്കുന്നുണ്ട്, കാർഖാന എന്ന് പറയുന്ന ഫാക്ടറികളുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല അഭിപ്രായം തന്നെ അവർ പറയുന്നത്. റഷ്യൊക്കെ എല്ലാവരും കണ്ടാൽ അറിയാവുന്നതാണ്. അപ്പം ഓക്കെ ബൈ, താങ്ക് യു വെരി മച്ച്. ഇത് കമ്പ്യൂട്ടറിൽ പ്രിന്റ് ഡിസൈൻ ചെയ്തതിന് ശേഷം ഫുൾ ഡിസൈൻ ഉണ്ടാവും, ഫുൾ കളേർഡ് ഡിസൈനാണ്. അത് ചെയ്തതിന് ശേഷം ഇവരിവിടെ പ്രിന്റ് ചെയ്യാണ്. ഇതാകണ്ടേ എംബ്രോയിഡറി പ്രിന്റിങ്. സാർ എംബ്രോയിഡറി का प्रिंटिंग तरह है एम्ब्रॉयडरी? ओके ओके. ഇത് എംബ്രോയിഡറി പ്രിന്റിങ് നടക്കുന്ന സ്ഥലം കണ്ട. അത് ക്ലോത്ത് ആൾറെഡി വെച്ചിട്ടുണ്ട്. ഇതിന് ഇവിടെ ഇപ്പം റെസ്റ്റ് ടൈമാണ്, ഇവിടെ റെസ്റ്റ് ലഞ്ച് ടൈമാണ്. ഇനി ഒരു 1 hour ശേഷം അവർ പ്രിന്റ് ചെയ്യുള്ളൂ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഐഡിയ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം. എല്ലായിടത്തും കച്ചറ, ഒരുപാട് കച്ചറ ഉണ്ട്. ചെറിയ അമ്പലമാണ് കാണുന്നത്. ഒരുപാട് ഒരു 10 ലക്ഷം ജനം ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. ഒരുപാട് കച്ചറുള്ള ഒരു റോഡുകളാണ്, വൃത്തി തീരയില്ല, പിന്നെ സൗകര്യങ്ങളില്ല. ഇവിടുത്തെ ഞാൻ പറയുന്നത് കേൾക്കുന്നത് വെച്ചാൽ ടോയ്ലറ്റ് എല്ലാവരും ഉപയോഗിക്കുന്നത് പബ്ലിക് ടോയ്ലറ്റുകളാണ്. സ്വന്തമായിട്ട് ടോയ്ലറ്റ് ഉള്ളവർ വളരെ തുച്ഛം മാത്രമേ ഉള്ളൂ. ഒക്കെ പബ്ലിക് ടോയ്ലറ്റിലാണ് പോകുന്നത് ഈ താമസിക്കുന്ന വീട്ടുകാരൊക്കെ. പിന്നെ വെള്ളത്തിൻ്റെ സ്കാഴ്സിറ്റി ഉണ്ട്.
കുഴൽ കിണറാണ് അധിക സ്ഥലത്ത് ഉപയോഗിക്കുന്നത്. മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ വൃത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ സൗകര്യങ്ങൾ, ആൾക്കാർ താമസിക്കാൻ ബാക്കിലൊക്കെ നിങ്ങൾ കാണുന്നില്ല, അത്തരം ചെറിയ കൊച്ചു കൊച്ചു വീടുകൾ. അതിങ്ങനെ കുത്തനെ കയറണം. നമ്മളെ കോണിയൊക്കെ വളരെ കുത്തനെയാണ് കയറുന്നത്. ഞാൻ തന്നെ 1-2 സ്ഥലത്തേക്ക് ഫാക്ടറി കാണാൻ വേണ്ടിയിട്ട് കയറിയതിന് ശേഷം എനിക്ക് ഇറങ്ങാൻ പേടിയായി. കാരണം അത്രക്കും ഇങ്ങനെ കുത്തനെയാണ് ഇവർ കോണിയും 1, 2, 3 ഫ്ലോറിലേക്കൊക്കെ പോകുന്നത്. ഭയങ്കര ഒരു ഡേഞ്ചറസ് വല്ലാത്തൊരു ലൈഫാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ചെക്കന്മാരോടൊക്കെ സംസാരിച്ച് പറഞ്ഞാൽ ഇവിടെ ക്ലീനിങ് ഭയങ്കര പ്രോബ്ലം ആണ്. അതുപോലെ ബഡാ ഗട്ടർ, വലിയൊരു പുഴ കണ്ട അതിലേക്ക് മുഴുവൻ മെറ്റല് വരെ അവർ ഇടുന്നുണ്ട്. വേസ്റ്റിന്റെ കൂടെ മെറ്റല് വരെ അതിലേക്ക് ഇടുകയാണ്. ധാരാവി നമ്മൾ കേട്ടത് വലിയ സംഭവങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വല്ലാത്ത ഒരു ഗുണ്ടായിസം, കച്ചറ, അതൊന്നും ഇല്ല സത്യത്തിൽ ഇവിടെ. ഗുണ്ടായിസം ഒന്നും ഇപ്പൊ ഒന്നുമില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. കാരണം ഭരതരാജ എന്ന് പറയുന്നത് നമ്മളെ ഭരതരാജ മുതലിയാറൊക്കെ ഉണ്ടായിരുന്നത് ഈ ധാരാവിയിലാണ്. മൂപ്പര് ഇവിടുന്നാണ് വലിയ ഗുണ്ടായിട്ട് മാറിയത്. അയാൾ പണ്ട് BT സ്റ്റേഷനിൽ ഒരു പോർട്ടറായിട്ട് വന്ന്, പിന്നെ അയാൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഷിപ്പ് യാർഡിൽ പോയിട്ട് വലിയ കണ്ടെയ്നറുകൾ അടിച്ചു മാറ്റും. അങ്ങനെ കള്ളത്തരം തുടങ്ങി, സ്മഗ്ലിംഗ് തുടങ്ങി. വലിയ ഇവിടുത്തെ ഈ ധാരാവിയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ഗുണ്ടേന്. പിന്നെ ആള് ബോംബെയിലേക്ക് വ്യാപിച്ച് വലിയ പ്രശസ്തനായി. അതിനുശേഷം ഹാജി മസ്താൻ ഇവിടെ അല്ല, ഹാജി മസ്താൻ മംഗലാപുരംകാരനാണെങ്കിലും അയാള് ബോംബെ ബേസ്ഡ് ആയിട്ടായിരുന്നു. പക്ഷെ ഇവിടെ വലിയ ഇപ്പൊ ഗുണ്ടായിസൊന്നുമില്ല. എല്ലാവരും കമ്മ്യൂണിറ്റികളൊക്കെ ഒരുമിച്ച് വളരെ വളരെ കോഓപ്പറേറ്റീവ് ആയിട്ടാണ് ഇവരിവിടെ ജീവിക്കുന്നത്. ഇത് വല്ലാത്തൊരു സ്ഥലമാണ് ഈ പോകുന്നത്. ഇതൊരു മനുഷ്യന് എനിക്ക് ശരിക്കും നേരെ നിന്ന് പോകാൻ പറ്റില്ല. ഇതൊരു വഴിയാ ഒരു ഗല്ലിയിലേക്കുള്ള. പേടിയാവുക. ഇതൊരു തമിഴ് കമ്മ്യൂണിറ്റിൻ്റെ സ്കൂളാണ്, കാമരാജ് മെമ്മോറിയൽ ഇംഗ്ലീഷ് ഹൈസ്കൂൾ. ഇവിടെ തമിഴ് കമ്മ്യൂണിറ്റിയാണ് ഒരുപാടുണ്ട്. അവരെ പ്രൊഡക്ഷനാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. പിന്നെ ഉത്തർപ്രദേശ്, ബീഹാർ, എല്ലാ സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ വരുന്നു. ഇത് ലേഡീസിൻ്റെ ജീൻസ് ടൈപ്പ് പാൻറ് ഉണ്ടാക്കുന്ന ഒരു കൊച്ചു ഫാക്ടറിയാണ്. ഇതൊക്കെ തമിഴ് കമ്മ്യൂണിറ്റിയാണ് ഇതിവിടെ കൂടുതലുള്ളത് ഈ ഏരിയയിൽ. ഓരോ ഫാക്ടറികളാണ്. നഴ്സറി ജസ്റ്റ് വീഡിയോ 1 സെക്കൻഡ്. നഴ്സറി സ്കൂൾ അത് ആക്ച്വലി. ഇത് റെഡിയാക്കി വെച്ചതാണ്. ഇത് ഓരോരോ പീസാണ്. ഇവിടെ നൂലില്ലേ, നമ്മൾ സ്റ്റിച്ചിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന നൂലിന് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഈ നൂല് പല അളവിൽ പല സൈസിൽ ഇവർ റോളാക്കിയിട്ട് പുറത്തേക്ക് എടുക്കുക ചെയ്യുന്നു. അതുകൊണ്ട് അതൊക്കെ കെട്ടി വെച്ചാൽ ഇതെല്ലാം കാണുന്നതാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലുള്ള നൈറ്റി പാൻസിന്റെ ഡിസൈനാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എംബ്രോയിഡറി പിന്നെ പലതിനും ഉപയോഗിക്കും. അതിന്റെ ഡിസൈൻ കാണിച്ചു തരാം. ഇത് വളരെ ചെറിയ റൂമാണ്.
പക്ഷെ അത് ഗവൺമെന്റ് അപ്രൂവൽ ഒക്കെ ഉള്ളതാണ് അല്ലേ? ഫുള്ള് വർക്ക് നടക്കുന്നത്. आपका नाम क्या बोलो? राहुल. किधर का? आप अकेला इधर? अकेला करता है सब काम. അവൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ഇവിടെ. ഈ വർക്ക് കംപ്ലീറ്റ് എംബ്രോയിഡറിന്റെ വർക്ക് കംപ്ലീറ്റ് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. पूरा दिखाओ. हाँ ओके. तो इसका क्या नाम बोलता है आप? एलिफेंट प्लाजो. एलिफेंट प्लाजो. इसका एलिफेंट प्लाजो എന്ന് പറയുന്ന ലേഡീസ് ഐറ്റം वो सिर्फ बनाता है. അത് അതിന്റെ ഫാക്ടറിയാണിത്. ശരിക്കും വൈറ്റ് ക്ലോത്ത് ആണ്. വൈറ്റ് ക്ലോത്തിന് പട്ട എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ അവർ കളർ ചെയ്യുന്നതാ. അവിടെയാണല്ലേ കളറിന്റെ വർക്ക് നടക്കാണ്. കളറിൽ മുക്കിയിട്ട് ഏകദേശം ഒരു ഗോൾഡിഷ് കളറാ ശരിക്കും പിന്നീട് വരുന്നതാ. അതിന് ലേസൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇവർ ഹോൾസെയിലായിട്ട് വിൽക്കും. थोड़ा दिखा दो भैया. ലേഡീസിന്റെ പാന്റീസ് ഐറ്റം സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലമാണിത്. कोई भी डिजाइन बना के देता है इधर? डिजाइन आता जाता रहता है. हाँ. ऊपर हो क्या भाई? ऊपर हो क्या? Yes. ഞാനും ധാരാവിനെ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം 1.25-2 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവുള്ള ഏകദേശം 15,000 ഫാക്ടറികൾ, കൊച്ചു റൂം ഫാക്ടറികൾ സന്ദർശിക്കാൻ മുഴുവൻ കഴിയില്ല. മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉള്ളതാണ്. വലിയ വലിയ കമ്പനികൾ ജോർജിയോ അർമാനി, H&M, പിന്നെ സാറ അങ്ങനത്തെ കമ്പനികളിലൊന്നും അവർ സീക്രട്ടാണ്. അതൊന്നും പുറത്ത് കാണാൻ പറ്റില്ല. പക്ഷെ മാക്സിമം കമ്പനികൾ കഴിയുന്നത് സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയിവിടെ ഒരുപാട് ദിവസം നിന്നാലേ മറ്റ് കമ്പനികളിലേക്ക് എത്തുള്ളൂ. കാരണം എന്താ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ കമ്പനികൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരെ മറ്റു സ്ഥലങ്ങളിലേക്കാണ് ഈ കമ്പനികൾ ഉള്ളത്. കമ്പനികളെ ചെറിയ റൂം ഫാക്ടറികൾ. അപ്പൊ എന്തായാലും ഇത് മാക്സിമം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് എപ്പിസോഡ് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.